മഴതോരും മുൻപേ സീരിയലിന്റെ വരാൻ പോകുന്ന അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളത്തെ ചികിത്സയ്ക്കും ഫിസിയോതെറാപ്പിക്കും ഒടുവിൽ വൈജ അവസാനം എണീറ്റ് നടക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം വൈജ തൻ്റെ അമ്മയെ കാണാനായിട്ട് കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് ഡോറിന്റെ കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് കമല ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. വൈജയെ കണ്ട പാടെ തന്നെ കമല ഭയങ്കര സർപ്രൈസ് ആവുന്നുണ്ട്. എന്നിട്ട് കമല ചോദിക്കുന്നുണ്ട്, വൈജയ് നീയോ, നീ എന്താ ഇവിടെ വന്നത്, എങ്ങനെയുണ്ട് വൈജയ്, നിനക്ക് നടക്കാനൊക്കെ ഇപ്പോൾ സുഖമായോ, എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ടോ, ഇപ്പോൾ അങ്ങനെ അസുഖമെല്ലാം പൂർണ്ണമായിട്ട് ഭേദമായോ, അങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങൾ വാ അടയ്ക്കാതെ തന്നെ കമല വൈജയോട് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട പാടെ തന്നെ വൈജ പറയുന്നുണ്ട്, കമലയിടത്തി ഒന്ന് ശ്വാസമിട്ട് സംസാരിക്കുക, എന്തെങ്കിലും ഒന്നിന് ഞാൻ ഉത്തരമെങ്കിലും പറഞ്ഞോട്ടെ, എന്നിട്ട് കമലയിടത്തി ചോദിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, അയ്യോ എൻ്റെ വൈജയെ, ഞാൻ നിന്നെ കണ്ട ഒരു ആകാംക്ഷയിൽ ഈ വിവരങ്ങളെല്ലാം ചോദിച്ചെന്നേ ഉള്ളൂ, നീ അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്ത് വൈജ പറയുന്നുണ്ട്, കമലേട്ടത്തി അമ്മ എവിടെയാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, അതെന്താ വൈജെ, നിനക്കൊന്നും അറിഞ്ഞൂടെ അമ്മ എവിടെയാണുള്ളതെന്ന്, ഇത്ര നാളായിട്ടും ഈ വീട്ടിൽ അമ്മ എവിടെയാണ് കഴിയുന്നത് അവിടെ തന്നെയാണ് അമ്മ ഉള്ളതെന്ന് പറയുമ്പോൾ, അല്ല കമലേട്ടത്തി ഞാൻ ചോദിച്ചത്, ഇത്രയും നാൾ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് അമ്മ ഇനി ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും റൂമിലേക്ക് മാറ്റി കാണുമോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ചോദിച്ചത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. എന്തെല്ലാം മാറ്റങ്ങൾ ഓരോ സമയത്ത് ഇവിടെ വരുന്നു, അതുകൊണ്ടാണെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ വൈജ. അപ്പോൾ കമല പറയുന്നുണ്ട്, അമ്മ അമ്മയുടെ റൂമിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കമല ചായ എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോവാണ്. ആ സമയത്ത് വൈജ അമ്മയെ കാണാനായിട്ട് മുറിയിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോറ് തുറക്കുന്ന സൗണ്ട് കേൾക്കുന്ന ഉടനെ തന്നെ സൗദാമിനി അമ്മ അങ്ങോട്ട് നോക്കുന്നുണ്ട്. ആ സമയത്താണ് വൈജയെ കാണുന്നത്. വൈജയെ കണ്ടപ്പോൾ തന്നെ സൗദാമിനി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മോളെ എത്ര നാളായി നിന്നെ കണ്ടിട്ട്, ഇപ്പം എങ്ങനെയുണ്ട്, എനിക്കാണെങ്കിൽ നിന്നെ വന്ന് കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ വരാനാ, കിടക്കുന്നിടത്ത് നിന്ന് എണീക്കാൻ പറ്റണ്ടേ, പിന്നെ ആരു കൊണ്ടുവരും, എനിക്കാണെങ്കിൽ നിന്നെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. വൈജ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് ഭേദമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, അങ്ങനെ പോകുന്നമ്മേ, അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്, ഇതെന്താ അമ്മേ ഈ മുറിയുടെ കൊല ഇങ്ങനെ, ഇവിടെ അമ്മയുടെ മുറി തൂക്കാനും തുടയ്ക്കാനൊന്നും ആരുമില്ലേ, അമ്മ അങ്ങ് ആകെ ക്ഷീണിച്ചു പോയല്ലോ, ആ, പഴയ അമ്മ എന്ന് പോലും പറയുന്നില്ല, അമ്മയെ നോക്കാൻ ഇവിടെ ആരൊക്കെയോ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം അവരൊക്കെ എവിടെയാ അമ്മേ, അമ്മ അങ്ങ് ആകെ ക്ഷീണിച്ചു പോയി എന്നെല്ലാം വൈജ പറയുമ്പോൾ സരസ്വതി അമ്മ പറയുന്നുണ്ട്, ഓ എന്നെ നോക്കാൻ ഇവിടെ ആരാ ഉള്ളത് വൈജയെ, ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു, ഇവിടെ ഇപ്പോൾ തൂക്കാനും തുടയ്ക്കാനും ഒന്നും ആരും വരാറില്ല, വല്ലപ്പോഴും കമല ഇവിടെ ജോലിക്ക് വരുന്നവരെ ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ട് പോകുന്നത് കാണാം, അല്ലാതെ എന്നെ നോക്കാനോ ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാനോ ആര് വരാനാ, കമല കുറച്ച് സഹായമൊക്കെ ചെയ്തിട്ട് അവരെ അങ്ങ് തിരിച്ചു പോവും, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാറില്ല, അവിടെയാണെങ്കിൽ നമുക്ക് ബാലചന്ദ്രൻ്റെ വീട്ടിൽ താമസിക്കുക എന്നുള്ളൊരു ചിന്ത വരുമല്ലോ, ഇവിടെയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം വീടാണല്ലോ, അപ്പോൾ ഇവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടാം എന്നൊക്കെ ഇങ്ങനെ സൗദാമിനി അമ്മ വൈജിയോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അന്ന് അലീന ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഒന്നിനും ഒരു കുറവും വരത്തില്ലായിരുന്നു, അലീന എന്നെ പൊന്നു പോലെയാണ് നോക്കിയിരുന്നത്, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, അമ്മേ നിങ്ങളെല്ലാവരും പറഞ്ഞ് അവസാനം അലീന എന്നൊരു പേരിലാണല്ലോ കൊണ്ടുവരുന്നത്, എന്താ അമ്മേ ഇങ്ങനെ, എനിക്കൊരു സമാധാനം തരില്ലേ, എവിടെ ചെന്നാലും അവസാനം ഒരു പേര് വരും അലീന, അതോടെ എൻ്റെ സമാധാനവും പോകും, അമ്മ ഒന്നും മിണ്ടാതിരിക്കൂ എന്ന് പറയുന്ന സമയത്ത് വീണ്ടും സൗദാമിനി അമ്മ പറയുന്നുണ്ട്, മോളെ നീ ഒരു കാര്യം ഒന്ന് ആലോചിക്കണം, അത് ബാലചന്ദ്രൻ്റെ മോളാണ്, നീ അവളെ മോളായിട്ട് കണ്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, വൈജയ് നീ നല്ലവളാണോ, നീ നിന്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, എന്തിനാ അമ്മ ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങൾ, 22 വർഷങ്ങൾക്ക് മുൻപേ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തിടുന്നത്, ഗംഗേട്ടനും ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് അങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല, പണ്ട് 22 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യങ്ങൾ ഇപ്പം എന്തിനാണ് ഓരോരുത്തരും ഇങ്ങനെ കുത്തി കുത്തി എന്നെ ഓർമ്മപ്പെടുത്തുന്നത്, എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല, പക്ഷെ അലീന അവളെ ഞാൻ ഒരിക്കലും സ്നേഹിക്കില്ല, ബാലചന്ദ്രൻ്റെ ഒപ്പം ഞാൻ അവളെ നിർത്തുകയില്ല എന്നെല്ലാം വൈജ പറയുമ്പോൾ സൗദാമിനിയമ്മ പറയുന്നുണ്ട്, മോളെ അത് അവൻ്റെ മോളല്ലേ, അവൾക്ക് വേണമെങ്കിൽ ആ വീട്ടിൽ വന്ന സമയത്ത് തന്നെ നിന്നോട് പറഞ്ഞുകൂടായിരുന്നു, ഞാൻ ഇവിടുത്തെ അടുക്കളക്കാരിയല്ല, ഞാൻ നിങ്ങളുടെ ഭർത്താവ് ബാലചന്ദ്രൻ്റെ മകളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, പക്ഷേ അവൾ അതൊന്നും പറഞ്ഞില്ലല്ലോ, അവൾ ആ വീട്ടിൽ ഒരു വേലക്കാരിയെ പോലെ എന്നെയും നോക്കി ആ വീടിൻ്റെ സർവ്വത്ര കാര്യങ്ങൾ നോക്കിയല്ലേ മോളെ അവിടെ നിന്നത്, നീ എന്ന അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്നല്ലേ ബാലചന്ദ്രൻ ആ സത്യം പുറത്ത് പറയേണ്ടി വന്നത്, അല്ലെങ്കിൽ അവനും ഇപ്പോൾ ഒന്നും മിണ്ടില്ലായിരുന്നു, അവൾ ആ വേലക്കാരിയെ പോലെ ആ വീട്ടിലങ്ങ് കഴിഞ്ഞുകൂടിയേനെ,
ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നെല്ലാം സൗദാമിനിയമ്മ പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, അമ്മേ നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാ പറയുന്നത്? ബാലചന്ദ്രന് നിങ്ങളുടെ വായ അടപ്പിക്കാം, പക്ഷേ വൈജ ഇതൊന്നും വിശ്വസിക്കില്ല. ഒരിക്കലും അത് ബാലചന്ദ്രൻ്റെ മകളാണ് എന്നുള്ള കാര്യം എനിക്ക് വിശ്വാസമില്ല. അയാൾക്ക് ഒരു പെണ്ണിനെ വേണം. ആ പെണ്ണിനെ കണ്ടപ്പോൾ അയാൾക്ക് കൂടെ കൊണ്ട് നടക്കുകയും വേണം. അല്ലാതെ അത് മകളൊന്നുമല്ല. മകൾ എന്ന് പറഞ്ഞാൽ ആരും ഇനി വേറൊരർത്ഥം പറയില്ലല്ലോ എന്ന് കണ്ടിട്ടാണ് ബാലചന്ദ്രൻ ഈ പെണ്ണിനെയും കൊണ്ട് നടക്കുന്നത്. അല്ലാതെ മകളാണത്രേ. അവള് മകളാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. അവള് നിൽക്കുന്ന വീട്ടില് ഞാൻ ഒരിക്കലും താമസിക്കുകയില്ല അമ്മേ എന്ന് പറയുന്നുണ്ട് കേട്ടോ വൈജ. വീണ്ടും സൗദാമിനിയമ്മ പറഞ്ഞു നോക്കുന്നുണ്ട്, മോളെ വൈജ, നീ ഇത്രയും സംസ്കാരമില്ലാതെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നീ ബാങ്കിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവളല്ലേ? പണ്ട് നീ അധ്യാപിക ആയിരുന്നില്ലേ? എന്നിട്ട് പോലും നിന്റെ വായിൽ നിന്നും ഇത്രയും വൃത്തികെട്ട വാക്കുകളാണോ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അമ്മ അങ്ങനെയാണോ മോളെ മോളെ വളർത്തിയത് എന്നെല്ലാം ചോദിക്കുമ്പോൾ, ആ വളർത്തിയ കാര്യമൊന്നും പറയണ്ട എന്ന് വൈജ പറയുന്നതും, നീയും അത്ര നല്ലവളല്ല എന്നുള്ള കാര്യം എപ്പോഴും നിന്റെ മനസ്സിൽ വേണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ സൗദാമിനിയമ്മ. ആ സമയത്ത് വൈജയ്ക്കാണെങ്കിൽ അതെല്ലാം കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. സൗദാമിനി അമ്മയോട്, ശരി അമ്മ ഒന്ന് വാ, ഇടയ്ക്കോ, ഞാൻ അമ്മയെ കാണാൻ വന്നത് തെറ്റായി പോയി എന്ന് പറഞ്ഞതിന് ശേഷം റൂമിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. സൗദാമിനിയമ്മ ഒന്ന് രണ്ട് പ്രാവശ്യം പിന്നിൽ നിന്നും വൈജയെ വിളിക്കുന്നുണ്ട്. മോളെ, അമ്മ പറഞ്ഞത് നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ദേഷ്യത്തിന് വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് വൈജ സൗദാമിനി അമ്മയ്ക്ക് മുഖം കൊടുക്കാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ആ സമയത്ത് കമലയാണെങ്കിൽ അടുക്കളയിൽ നിന്നും ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നതിന് ശേഷം വൈജയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വൈജ, നിനക്ക് ഷുഗർ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ ഇതിൽ കുറച്ച് ഷുഗർ ഇട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, "ഏയ് ഇല്ല കമലെടുത്തി, ഇതുവരെ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ല" എന്ന് പറഞ്ഞുകൊണ്ട് ചായ കുടിക്കുകയാണ്. ആ സമയത്ത് കമല വീണ്ടും കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്, അവൾ എന്ത് ചെയ്യുന്നു അവിടെ എന്ന് ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, അവൾ അവിടെ കിടപ്പുണ്ട്, ഞാൻ ഒരിക്കലും അവളെ അംഗീകരിക്കില്ല ഏട്ടത്തി എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, ഒരിക്കലും അംഗീകരിക്കരുത് വൈജയെ. അവൾ ആരാ? വീട്ടുകാലക്കാരി. എന്നിട്ട് ബാലചന്ദ്രനെ ആ പെണ്ണിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് കൂടെ കൊണ്ട് നടക്കണം. എന്നിട്ട് പേര് മകളെന്നെല്ലാം കമലയാണെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ വൈജയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയും പറയുന്നുണ്ട്, അതേ കമലേട്ടത്തി, ആ കാര്യങ്ങളൊക്കെ എനിക്കറിയില്ലേ. ഞാൻ ഒരിക്കലും അവളെ മകളായിട്ട് അംഗീകരിച്ചിട്ടോ ബാലചന്ദ്രൻ്റെ മകളാണെന്നോ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടൊന്നുമില്ല. എനിക്കറിയാലോ ബാലചന്ദ്രൻ്റെ സ്വഭാവം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വൈജ. തുടർന്ന് വൈജ വീണ്ടും സൗദാമിനിയമ്മയുടെ റൂമിലേക്ക് വീണ്ടും പോകുന്നുണ്ട്. എന്നിട്ട് സൗദാമിനിയമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ അച്ഛൻ്റെ റൂമിലേക്ക് ഇപ്പോൾ ആരെങ്കിലും പോകാറുണ്ടോ? അവിടെ അടിച്ചു വാരാറുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ അമ്മേ? എനിക്കൊന്ന് അച്ഛൻ്റെ മുറിയിലേക്ക് പോകണമായിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാനാണെന്ന് പറയുമ്പോൾ സൗദാമിനിയമ്മ പറയുന്നുണ്ട്, അങ്ങോട്ടേക്കൊക്കെ ആര് പോകാനാ? അവിടെ അടിച്ചുവാരലൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഇത്രയും സ്ഥലം തന്നെ തൂക്കാനൊന്നും കമലയ്ക്ക് പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിൻ്റെ അച്ഛൻ്റെ റൂം? എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അത് വൃത്തിയായിട്ട് ഇടണമെന്നൊക്കെ. കുഞ്ഞിരാമേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ എന്ത് വൃത്തിയായിട്ട് സൂക്ഷിച്ചിരുന്ന മുറിയായിരുന്നു. എനിക്ക് വയ്യാതായി പോയില്ലേ, ഇല്ലെങ്കിൽ ഞാനും കൂടെ പോയി ഇടയ്ക്കെങ്കിലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടേനെ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ സൗദാമിനിയമ്മ. അങ്ങനെ വൈജ തൻ്റെ അച്ഛൻ്റെ മുറിയിലേക്ക് പോവാണ്. പടിയൊന്നും കയറാൻ വേണ്ടിയിട്ട് വൈജയ്ക്ക് അത്ര സുഖമില്ല, എങ്കിലും പതിയെ പതിയെ വൈജ ആ മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. റൂമിൽ കയറിയ ഉടനെ തന്നെ അച്ഛൻ്റെ ഫോട്ടോയും അമ്മയുടെയും അച്ഛൻ്റെ ഫോട്ടോയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ വൈജയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. അതിനുശേഷം വൈജ അവിടെ ഇരിക്കുന്ന മേശയൊക്കെ പരിശോധിക്കുകയാണ് കേട്ടോ. അങ്ങനെ പരിശോധനയ്ക്കിടയിൽ ഒരുപാട് അനാഥാലയങ്ങളിൽ കൊടുത്തിട്ടുള്ള ഡൊണേഷൻ്റെ ഒക്കെ പേപ്പറുകളാണ് വൈജ കാണുന്നത്. അങ്ങനെ ഓരോ ഷെൽഫും മേശയൊക്കെ പരിശോധിക്കുന്നതിനിടയിലാണ് ഒരു മേശ പൂട്ടിയിട്ടതായിട്ട് വൈജ കാണുന്നത്. അവിടെ ഒരു താക്കോലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ താക്കോലായിരിക്കും ചിലപ്പോൾ ഈ മേശയുടേത് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും എന്ന് പറഞ്ഞ് തുറക്കുന്ന സമയത്ത് കഴക്കൂട്ടത്ത് അലീന താമസിച്ചിരുന്ന ഓർഫനേജിലെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അലീനയെ നോക്കിയിരുന്ന ബ്രിജിത്ത മാമിൻ്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് കേട്ടോ അതിൽ കാണുന്നത്. ആ സമയത്ത് വൈജ വിചാരിക്കുന്നുണ്ട്, ഓ അച്ഛൻ പണ്ടേ ദാനശീലം കൂടുതലാണല്ലോ, ആവശ്യത്തിലധികം സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്, മക്കൾക്ക് അതിൽ ആവശ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ ബാക്കി വരുന്ന പൈസയെല്ലാം അനാഥാലയത്തിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. എത്ര വർഷങ്ങളായി അച്ഛൻ ഈ അനാഥാലയങ്ങളിൽ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ വാങ്ങി കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു. എങ്ങനെയൊക്കെ എന്തിനായിരിക്കും അച്ഛൻ ഇങ്ങനെ ഈ കഴക്കൂട്ടത്തെ അനാഥാലയത്തിൽ ഇത്രയധികം പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കുക? ബാക്കി എല്ലാ അനാഥാലയത്തിലും അച്ഛൻ കൊടുത്ത ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷേ കഴക്കൂട്ടത്ത് അച്ഛൻ കണക്കില്ലാതെയാണല്ലോ ഓരോ സാധനങ്ങൾ വാങ്ങി കൊടുക്കുന്നത്. അതും ഇത്രയും വർഷം 22 വർഷങ്ങളായിട്ടുണ്ട് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് വേറൊരു ഫയലും ഇരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് വൈജയുടെ പ്രസവത്തിൻ്റെ ഡേറ്റ് ആണ് കേട്ടോ അതിൽ കാണുന്നത്. വൈജ ഡെലിവറിക്ക് പോയ ഹോസ്പിറ്റലും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് അതിൽ കാണുന്നത്. അപ്പോൾ അത് കണ്ട് ആകെ ഇങ്ങനെ ഷോക്ക് ആവുന്നുണ്ടെങ്കിലും തൻ്റെ അത് തുറന്നു നോക്കാനുള്ള ഒരു മനഃശക്തി വൈജയ്ക്ക് കിട്ടുന്നില്ല.
അതിലിനി മറ്റെന്തെങ്കിലും കാണുമോ, പണ്ടത്തെ കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുമോ എന്നൊക്കെ വിചാരിച്ച് പേടിച്ചിട്ടായിരിക്കണം വൈജ പെട്ടെന്ന് അതങ്ങനെ അടച്ചു വെച്ച് പഴയതുപോലെ വെക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം വൈജ ഒന്നൊന്നായിട്ട് പരിശോധിച്ചതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് ഒന്നും തന്നെ വൈജിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ബ്രിജിത്ത മാമിൻ്റെയും കഴക്കൂട്ടത്തെയും അങ്ങനെ ഒറ്റനവധി അനാഥാലയങ്ങളിൽ കുഞ്ഞിരാമൻ നായർ പണ്ട് ഡൊണേഷൻ കൊടുത്ത ഡീറ്റെയിൽസ് മാത്രമാണ് കേട്ടോ വൈജിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വൈജ വിചാരിക്കുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ അതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ വിഷമത്തിലാണ് വൈജ. ആ റൂമിനകത്ത് ഒന്ന് രണ്ട് മേശ കൂടി ഇങ്ങനെ തപ്പി നടക്കുന്നതിനിടയിലാണ് മറ്റൊരു ഡയറി കൂടി വൈജയുടെ കണ്ണിൽ പെടുന്നത്. അത് വായിച്ചു നോക്കുന്ന സമയത്ത് കുറച്ച് സ്വത്തുക്കൾ, അതായത് കുഞ്ഞിരാമൻ നായർ മക്കൾക്കും എല്ലാവർക്കും വിഹിതം കൊടുത്തതിന് ശേഷം ബാക്കിയുണ്ടായിരുന്ന കുറച്ച് സ്വത്തുക്കൾ അത് അലീനയുടെ പേർക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ വല്ലാത്തൊരു ഷോക്കിലാണ് കേട്ടോ വൈജ നിൽക്കുന്നത്. ആ സമയത്ത് വൈജ ഇങ്ങനെ പെട്ടെന്ന് തന്നെ സൗദാമിനിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഈ ഡയറി കണ്ടിരുന്നോ? അച്ഛൻ്റെ സ്വത്തുക്കളിൽ പകുതി എഴുതി വെച്ചിരിക്കുന്ന ആരുടെ പേർക്കാണെന്ന്? ആ അലീനയുടെ പേർക്ക്. എനിക്കിപ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ട് അമ്മേ, ഇവളാരാ ഇത്? ഇത്ര അച്ഛനിങ്ങനെ സ്വത്തുക്കളെല്ലാം കൂടി അവൾക്കായിട്ട് എഴുതി കൊടുക്കാനായിട്ട് അച്ഛൻ്റെ ആരാ അമ്മേ അവള്? ഇനി അച്ഛൻ്റെ വല്ല മക്കളോ ആണോ? പണ്ട് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വൈജയ്, നിന്റെ മുഖച്ഛായ ഉണ്ട് അലീനയ്ക്കെന്ന്. ഇനി എൻ്റെ സഹോദരി എങ്ങാനും ആവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സൗദാമിനി അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, വൈജയ് കൂടുതൽ നീ ആള് കളിക്കണ്ട, നിന്റെ അച്ഛനെ കുറിച്ച് നീ പറയുന്നതെന്ന് നിനക്ക് ഓർമ്മ വേണം. ഒന്നുമില്ലെങ്കിലും എൻ്റെ കുഞ്ഞിരാമേട്ടൻ അങ്ങനത്തെ ഒരാളല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ സൗദാമിനിയമ്മ. ബാലചന്ദ്രൻ്റെ മകളാണ് അലീന എന്ന് നേരത്തെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും പേരക്കുട്ടികൾക്ക് എല്ലാം വിഹിതം വെച്ച സമയത്ത് അലീനയ്ക്ക് കൂടെ അച്ഛൻ സ്വത്ത് എഴുതി വെച്ച് കൊടുത്തതെന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അമ്മ എന്ത് മണ്ടത്തരാണ് അമ്മ പറയുന്നത്? ഏതെങ്കിലും അച്ഛന്മാർ അങ്ങനെ എഴുതി വെച്ച് കൊടുക്കുമോ? അതും ബാലചന്ദ്രൻ്റെ ആദ്യത്തെയോ രണ്ടാമത്തെയോ ഭാര്യ ഒരു അഭിഹിതത്തിലുണ്ടായ ഒരു കുഞ്ഞിനാണോ അച്ഛൻ ഇങ്ങനെ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കുന്നത്? മണ്ടത്തരം പറയല്ലേ അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വൈജ. വീണ്ടും പേജുകൾ ഇങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്താണ് മറ്റു വിവരങ്ങൾ കൂടി വൈജ മനസ്സിലാക്കുന്നത്. 10-22 വർഷങ്ങൾക്ക് മുൻപേയുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ കുഞ്ഞിരാമൻ നായർ ആ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെഴുതിയിട്ടുള്ളത് വൈജയ്ക്ക് പ്രസവ ഡേറ്റായി. വൈജ എനിക്ക് മനസ്സോടെയാണെങ്കിലും ഒരു കുഞ്ഞിന് ജന്മം നൽകി, ഞാനൊരു മുത്തശ്ശനായി, അതൊരു പെൺകുഞ്ഞായിരുന്നു അവൾ ജന്മം നൽകിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് വൈജയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് വൈജയ്ക്ക് അക്ഷരങ്ങളൊന്നും കറക്റ്റായിട്ട് വായിക്കാനായിട്ട് സാധിക്കുന്നില്ല. വൈജ ഇങ്ങനെ വല്ലാത്തൊരു ഷോക്കിൽ തന്നെ നിൽക്കുകയാണ്. വീണ്ടും എന്താണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്, തൻ്റെ മകളെക്കുറിച്ച് എന്തെങ്കിലും അച്ഛൻ എഴുതിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വൈജ വീണ്ടും ആ ഫയൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ അച്ഛൻ എഴുതിയിട്ടുണ്ട്, മകളെ പ്രസവിച്ച ആ കുഞ്ഞു മരിച്ചുപോയി എന്ന് വൈജയെ പറഞ്ഞ് അവളുടെ മനസ്സിൽ തന്നെ അങ്ങനെ ഏൽപ്പിക്കുകയായിരുന്നു. പക്ഷേ ആ കുഞ്ഞു മരിച്ചിട്ടില്ല. ഞാനും എൻ്റെ സുഹൃത്തും കൂടി ആ ഒരു കുഞ്ഞിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയെന്ന്. അപ്പോൾ അതുകൂടി ആ ഒരു കാര്യങ്ങൾ കൂടി വായിക്കുന്നതോടുകൂടി തന്നെ വൈജ ഇങ്ങനെ നെഞ്ചിൽ കൈവച്ച് പോവുകയാണ്. താൻ 22 വർഷങ്ങൾക്ക് മുൻപ് പ്രസവിച്ച തൻ്റെ ആദ്യത്തെ കുഞ്ഞ് അത് മരിച്ചുപോയി എന്ന് ഇത്രയും നാളും മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് പെട്ടെന്ന് ഒരു നിമിഷത്തിലാണ് അവൾ മനസ്സിലാക്കുന്നത് ആ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന്. എങ്കിൽ എൻ്റെ കുഞ്ഞിനെ എവിടെയായിരിക്കും എന്നിങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ വൈജയുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു പോവുകയാണ്. വീണ്ടും തന്നെ കുഞ്ഞിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും വിവരങ്ങൾ അറിയുമോ എന്നറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ആ പേജുകൾ മറിക്കുന്ന സമയത്ത് കുഞ്ഞിരാമൻ നായർ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമില്ലാതെയാണ് എൻ്റെ മകൾ മറ്റൊരു കുഞ്ഞിനെ പ്രസവിച്ചത്. ആ കുഞ്ഞിനെ എനിക്ക് കൊന്നുകളയാനായിട്ട് കഴിഞ്ഞില്ല. അതിനെ സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കഴക്കൂട്ടത്ത് ബ്രിജിത്ത മാം എന്ന് നടത്തുന്ന സ്നേഹനികേതനത്തിലാണ് ഞാൻ അവളെ ഏൽപ്പിച്ചത്. എൻ്റെ ആദ്യത്തെ പേരക്കുട്ടിക്ക് ഞാൻ മുത്തശ്ശൻ്റെ വകയായിട്ട് ഒരു പേര് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, അലീന. ആ ഒരു പേര് കേൾക്കുന്നതോടുകൂടി വൈജ അങ്ങ് ആകെ തളർന്ന് കരഞ്ഞ അവശതയായിട്ട് ആ കട്ടിൽ അവിടെ ഇരുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. ഇത്രയും നാളും തൻ്റെ ഭർത്താവിനോടൊപ്പം ചേർത്ത് വെച്ച ആ ഒരു കുട്ടിയായിരുന്നു, അവളായിരുന്നു എൻ്റെ മകൾ. എന്തെല്ലാം തരത്തിൽ ഞാൻ അവളെ ദ്രോഹിക്കാനായിട്ട് ശ്രമിച്ചു. അവളെ കൊല്ലാൻ വരെ ഞാൻ ആൾക്കാരെ ഏർപ്പാടാക്കി. അവൾ എൻ്റെ മകളായിരുന്നു. എനിക്കൊരു സമയത്ത് മരണം സംഭവിക്കുമെന്ന് അറിയുന്ന സമയത്ത് വരെ എനിക്ക് ജീവൻ തന്ന് രക്ഷിച്ച് എൻ്റെ രക്തമായിരുന്നു എൻ്റെ അലീന. അവൾ എൻ്റെ മകളാണോ എന്നിങ്ങനെ ചിന്തിച്ച് ആകെ തകർന്ന് പോകുന്നുണ്ട് കേട്ടോ വൈജ. അപ്പോൾ ആ സമയത്ത് വൈജയന്തി വീണ്ടും പെട്ടെന്ന് ഇനി മറ്റൊന്നും അറിയണ്ട, തൻ്റെ മകളെ തനിക്ക് കാണണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വന്ന പാടെ തന്നെ അലീന അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അവൾക്ക് മുഖത്തേക്ക് നോക്കാനായിട്ട് തോന്നുന്നില്ല. ഓടി റൂമിനകത്ത് നിന്ന് കരയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അലീന പെട്ടെന്ന് മുറിയിലേക്ക് വരുന്നുണ്ട്. മാഡത്തിന് എന്ത് പറ്റി, എന്ത് വേണം എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇല്ല എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ വൈജ.
മാഡത്തിന് ഭക്ഷണം എടുക്കട്ടെ, മാഡം ഗുളികയൊക്കെ കഴിക്കുന്നതല്ലേ, പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ടാബ്ലറ്റ് കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് ഞാൻ കഴിച്ചോളാം, നീ കഴിച്ചിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അലീനയ്ക്ക് അത് കേട്ട് ഒരു സർപ്രൈസ് ആവുന്നുണ്ട് കേട്ടോ. ഇത്രയും നാളും തന്നെ നേർക്ക് നേർ കണ്ടുകൂടാതിരുന്ന വൈജ ഇന്ന് താൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചിരിക്കുന്നു. അയ്യോ, ഈ മേഡത്തിന് എന്ത് പറ്റിയതായിരിക്കും പെട്ടെന്ന് എന്ന് അലീന ഇങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇല്ല മാഡം, ഞാൻ കഴിച്ചില്ല, മാഡത്തിന് തന്നിട്ടല്ലേ എപ്പോഴും ഞാൻ കഴിക്കാറുള്ളത് എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് നീ ഇനി എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട എന്ന് പറയുമ്പോൾ അലീന വീണ്ടും വിചാരിക്കുന്നുണ്ട് ഇനി എന്നെ കളിയാക്കുന്നതായിരിക്കുമോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും മാഡം എന്ന് വിളിക്കുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ ഇനി എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട എന്ന് പറയുമ്പോൾ അലീനയാണെങ്കിൽ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇനി മാഡം എന്ന് വിളിക്കണ്ട, പിന്നെ മറ്റെന്ത് വിളിക്കാനായിരിക്കും അവൾ പറയുന്നത്, ഇനി ഇറക്കി വിടാനോ ആണോ എന്നൊന്നും അറിയില്ല എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് നീ ഇങ്ങ് അടുത്തോട്ട് വന്നേ, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ സമയത്ത് ഇനി കൊല്ലാനാണോ മറ്റെന്തെങ്കിലും ആണോ എന്നിങ്ങനെ അലീന ചിന്തിക്കുകയാണ്. പേടിച്ചിട്ടാണെങ്കിലും അലീന അവളുടെ സ്വന്തം അമ്മയാണല്ലോ വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് പറയുന്നുണ്ട് നീ എന്നെ ആദ്യം ഒരു പ്രാവശ്യം എന്താ വിളിച്ചിരുന്നെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് അത് ഞാൻ അമ്മ ഇങ്ങനെ പേടിച്ച് പേടിച്ച് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് ആ പേടിക്കാതെ പറഞ്ഞോ, നീ ഇനി എന്നെ മേഡം എന്ന് വിളിക്കണ്ട, അമ്മ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നത് കേട്ട് അലീനയാണെങ്കിൽ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അമ്മയെന്ന് വിളിക്കാനോ, താൻ ഏറ്റവും ആഗ്രഹിച്ചത് തൻ്റെ അമ്മയെ അങ്ങനെ ഇഷ്ടത്തോടെ വിളിക്കാനായിരുന്നു, അത് ഇന്ന് അമ്മയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുന്നു. ഇതെനിക്ക് സ്വപ്നമായിട്ടാണോ തോന്നുന്നത്, ഇത് സ്വപ്നമാണോ ദൈവമേ എന്നൊക്കെ ചിന്തിച്ച് പോവാണ് കേട്ടോ അലീന. എന്നിട്ട് വീണ്ടും വൈജയന്തി പറയുന്നുണ്ട് എന്താ നിനക്കിപ്പോൾ എന്നെ അങ്ങനെ വിളിക്കാൻ വയ്യേ, നീ എന്നെ ഒന്ന് അമ്മയെന്ന് വിളിച്ചേ, ഞാൻ അതൊന്ന് കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീനയാണെങ്കിൽ അമ്മയെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും അത് വൈജയന്തി അനീനയോട് കാണിക്കുന്നില്ല. തൻ്റെ മകളെ തനിക്ക് ചേർത്ത് പിടിക്കണം, കെട്ടിപ്പിടിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും അവൾക്ക് അതിന് സാധിക്കുന്നില്ല. 22 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി എന്ന് താൻ കരുതിയ തൻ്റെ മകൾ ഇന്ന് കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വൈജയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ അലീനയ്ക്കാണെങ്കിലും അലീന താൻ ഇത്രയും നാളും സ്വപ്നം കണ്ട ഒരു നിമിഷം തൻ്റെ അമ്മ തന്നെ തിരിച്ചറിഞ്ഞ് മകളാണ് അല്ലെങ്കിൽ തനിക്ക് അമ്മ എന്ന് വിളിക്കാനോ പറ്റുന്ന ആ ഒരു നിമിഷം, അതായിരുന്നു അവൾക്ക് ഏറ്റവും വലിയ സന്തോഷം. സ്വന്തം മകളെ തിരിച്ചറിഞ്ഞതിന് ശേഷം സ്നേഹിക്കാൻ പറ്റാത്ത ആ ഒരു വിഷമത്തിലാണ് കേട്ടോ വൈജ. എന്നാൽ താൻ ഇത്രയും നാളും വിചാരിച്ചിരുന്ന ആ ഒരു നിമിഷം വന്നു ചേർന്ന സന്തോഷത്തിലാണ് അലീന. ഇനി അമ്മയും മകളും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന എപ്പിസോഡുകളാണ് മഴതോരും മുൻപേൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്